ഓരോ സ്ഥലത്തും ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങളുടെ നമ്പർ ഇട്ടതെല്ലാം അവരത് ഇവിടെ വച്ചിട്ടുണ്ട്. കുറച്ചുകൂടി മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് അതിവിടെ സൂക്ഷിക്കുകയാണ്. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഈശോയുടെ ഒരു ബോട്ട്, അതായത് ഈശോയും ശിഷ്യന്മാരും ഗലീലി കടലിലൂടെ സഞ്ചരിച്ചപ്പോ കാറ്റിനെ എല്ലാം ശാന്തമാക്കി വിശ്രമിച്ച ബോട്ട്, ആ ബോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ആ ബോട്ടൊന്ന് കാണാനായിട്ട് പോകാം. അപ്പൊ ഇതാണ് 2000 വർഷം പഴക്കമുള്ള ഈശോയുടെ ബോട്ട്. അതിപ്പോഴും അവര് വളരെ ഭംഗിയായിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇത് പറയുന്നത് 12 വുഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പേരുകളും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങളുടെ നമ്പർ ഇട്ടതെല്ലാം അവരത് ഇവിടെ വച്ചിട്ടുണ്ട്. 12 ഗാലറിയിൽ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 1982 ഗലീലിന്ന് ഇത് എടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണുന്ന കാഴ്ചകള്. അതുപോലെ ഇതിന് കുറച്ചുകൂടി ഇത് മുങ്ങിയെടുത്ത് ഒരു മണ്ണിൽ പൂണ്ട് കിടന്ന അവിടെ നിന്ന് എടുത്ത ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതും അവിടെ നിന്ന് എടുത്തിരിക്കുന്ന പിക്ചറാണ്. അതിനുശേഷം അവരത് എടുത്ത് കുറച്ചുകൂടി മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് അതിവിടെ സൂക്ഷിക്കുകയാണ്. അപ്പോൾ അത് എടുക്കുന്ന സമയത്തുള്ള പിക്ചറുകള് എല്ലാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2000 വർഷം പഴക്കമുണ്ടെന്നാണ് ഇവരിത് പറഞ്ഞിരിക്കുന്നത്.
പോലെയാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അകത്തോട്ട് വരുമ്പോൾ ഇതില് ഇംഗ്ലീഷിലും ഹീബ്രുവിലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം തരുന്ന ഒരു സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. ഇന്നിപ്പോ തിരക്കൊന്നുമില്ല ഇത് കാണാനായിട്ട്. അപ്പൊ ഇതാണിന്ന് നമ്മൾ കണ്ട പ്രത്യേകതയുള്ള ഒരു സ്ഥലം, ഈശോയെ ശിഷ്യന്മാര് സഞ്ചരിച്ച ബോട്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനല്. എല്ലാവരും ഫോളോ ചെയ്യുക. ബൈ.